കണ്ണൂർ സർവകലാശാലയ്ക്ക് പുത്തൻ വൈജ്ഞാനിക മേഖലയിലേക്ക് കുതിക്കാൻ ഉതകുന്ന നിർദ്ദേശങ്ങളടങ്ങിയ ബജറ്റ്. സർവകലാശാലയെ മികവിന്റെ കേന്ദ്രമാക്കുമെന്ന പ്രഖ്യാപനമാണ് ബജറ്റിലൂടെ സിൻഡിക്കേറ്റ് നൽകിയത്. ഫിനാൻസ് കമ്മിറ്റി കൺവീനർ ഡോക്ടർ പി.കെ. സജിതയാണ് 354 കോടിയുടെ ബജറ്റ് അവതരിപ്പിച്ചത്. കണ്ണൂർ സർവകലാശാലയുടെ വികസനം ഉറപ്പാക്കുന്ന ഒട്ടേറെ നിർദ്ദേശങ്ങളോടെയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. 354.95 കോടി രൂപ വരവും 342.14 കോടി രൂപ ചെലവും 12.81 കോടി രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് താവക്കര ആസ്ഥാനത്ത് ഫിനാൻസ് കമ്മിറ്റി കൺവീനർ ഡോക്ടർ പി.കെ. സജിത അവതരിപ്പിച്ചത്. പദ്ധതിയേതര ഫണ്ടായി സംസ്ഥാന സർക്കാരിൽ നിന്ന് 90 കോടി രൂപയും തനത് വരുമാനമായി 71.27 കോടി രൂപയുമാണ് പ്രതീക്ഷിക്കുന്നത്. പദ്ധതിയേതര ഇനത്തിൽ 173.15 കോടി രൂപയുടെ ചെലവും പ്രതീക്ഷിക്കുന്നുണ്ട്. ക്യാമ്പസുകളുടെ വികസനത്തിനായും തുക നീക്കിവച്ചിട്ടുണ്ട്. താവക്കര ക്യാമ്പസിനായി 2 കോടി രൂപയാണ് ബജറ്റിൽ നീക്കിവെച്ചത്. തലശ്ശേരിക്ക് 3.25 കോടിയും മാങ്ങാട്ടുപറമ്പ ക്യാമ്പസിന് 2.1 കോടി രൂപയും പയ്യന്നൂരിന് 2.5 കോടിയും മഞ്ചേശ്വരത്തിന് 50 ലക്ഷവും മാനന്തവാടിക്ക് 1 കോടിയും നീലേശ്വരത്തിനും കാസർഗോഡിനും 25 ലക്ഷം രൂപ വീതവും ബജറ്റിൽ നീക്കിവെച്ചിട്ടുണ്ട്. ക്യാമ്പസുകളുടെ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് 4 കോടി രൂപയും അനുവദിച്ചു. കണ്ണൂർ സർവകലാശാല പുതുതായി സ്ഥാപിക്കുന്ന അഡ്മിഷൻ ഡയറക്ടറേറ്റിന്റെ പ്രവർത്തനത്തിനായി 20 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. പരീക്ഷാ നടത്തിപ്പും മൂല്യനിർണ്ണയവും കാര്യക്ഷമവും സമയബന്ധിതവുമാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഇനത്തിൽ അടുത്ത അധ്യയന വർഷത്തിലേക്ക് 1182 ലക്ഷം രൂപ വകയിരുത്തിയിരിക്കുന്നു. ഗവേഷണ മേഖലയെ ശക്തിപ്പെടുത്താനും ബജറ്റിൽ നിർദ്ദേശങ്ങളുണ്ട്. പുതുതായി നിയമിതരായ അധ്യാപകർക്ക് ഗവേഷണ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വിവിധ പദ്ധതികൾ നടപ്പാക്കും. ഇതിനായി 1 കോടി രൂപ വകയിരുത്തി. അഡ്മിഷൻ ഡയറക്ടറേറ്റും സ്പോർട്സ് MBAയും അടക്കമുള്ള മികവുയർത്താനുള്ള മറ്റ് നൂതന ആശയങ്ങളും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അഡ്മിഷൻ പ്രക്രിയ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും കൂടുതൽ സേവനങ്ങൾ വിദ്യാർത്ഥികളിൽ എത്തിക്കുന്നതിനും അഡ്മിഷൻ ഡയറക്ടറേറ്റ് സ്ഥാപിക്കാനാണ് 20 ലക്ഷം രൂപ നീക്കിവെച്ചത്. പരീക്ഷാ നടത്തിപ്പും മൂല്യനിർണ്ണയവും കാര്യക്ഷമമാക്കാൻ 11.82 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. വൈസ് ചാൻസലർ പ്രൊഫസർ കെ.കെ. സാജു ബജറ്റ് അവതരണത്തിൽ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.